നിലമ്പൂർ മാഞ്ചിയിലെ ചോലനായ്ക്കരുടെ ഇടയിൽ നിന്ന് പഠിച്ച് PhD വരെ എത്തിയ വിനോദിനെ പരിചയപ്പെടാം. സ്വയം പ്രചോദനമായി മാറിയ വിനോദ് ഊരിലെ കുട്ടികൾക്ക് പഠനത്തിന് മാർഗനിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. റിപ്പോർട്ടോടെ ഇന്നത്തെ 0 ഓവർ പൂർണ്ണമാവുകയാണ്. ശേഷം ഫസ്റ്റ് റൗണ്ടപ്പിൽ ദിവ്യ ചേരും. നിലമ്പൂർ മണ്ഡലം ആദിവാസി സെറ്റിൽമെൻറ്റുകളുടെ ഒരു സ്ഥലം കൂടിയാണ്. മാഞ്ചേരിയിലെ ചോലനായ്ക്കർ വിഭാഗത്തിൽ നിന്നും പഠനം നേടി മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായിരിക്കുന്ന വിനോദ്, വിനോദിനെ നേരത്തെ തന്നെ പ്രേക്ഷകർക്ക് പരിചയം ഉണ്ടാവും. വിനോദ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. വിനോദ് എൻ്റെ പഠനം ഒന്ന് പറയാമോ തുടക്കത്തിൽ? ഓക്കെ, ഞാൻ നമ്മളെ ട്രൈബൽ സ്കൂളിലാണ് +2 വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് KR ഭാസ്കരൻ പിള്ള സാറ് എന്നെ ദത്തെടുക്കുകയും പഠനത്തിൻ്റെ മുഴുവൻ ചെലവും അതുപോലെ തന്നെ അവിടെ തന്നെയായിരുന്നു ഡിഗ്രി കാലഘട്ടം. അതിനുശേഷം സാറ് എന്നോട് പറഞ്ഞു, നീ ഇവിടെ തന്നെ PG ചെയ്യാം, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഇവിടെ നിൽക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കുസാറ്റിലോട്ട് ഒന്ന് എക്സാം എഴുതി നോക്കി. ആ സമയത്ത് അവിടെ ലഭിക്കുകയും അപ്പം അങ്ങനെ ഞാൻ കുസാറ്റിൽ പോയി അവിടെ തന്നെ PG, MPhil, PhD വരെ ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠനകാലം എന്ന് പറയുന്നത് സൗഹൃദത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഗോത്രമേഖലയിലെ ഫാമിലി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പഠനത്തിനെ സപ്പോർട്ട് ചെയ്യാൻ തക്ക വിധമായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വീട്ടിലുള്ള സ്വാതന്ത്ര്യം എനിക്ക് പൂർണ്ണമായിട്ട് തന്നു. നീ എന്ത് വേണമെങ്കിലും ചെയ്തു തന്നു. അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്. എനിക്ക് പഠിക്കാനും പഠിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം അവർ തന്നു എന്നുള്ളതാണ്. അത് ഞാൻ പഠിക്കാനായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിലെ വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എന്താണ് പഠന മേഖല, എവിടെയാണ്, എന്തൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ നിലവിൽ ഇപ്പോൾ PhD ചെയ്യുകയാണ് കമ്മ്യൂണിറ്റിയിൽ. അത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ്. കമ്മ്യൂണിറ്റിയുടെ തന്നെ സോഷ്യൽ ആൻഡ് എക്കണോമിക്സ്, ചോലനായക്കൻ കമ്മ്യൂണിറ്റിയുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഷിഫ്റ്റ് എങ്ങനെയാണെന്നുള്ളതാണ് എൻ്റെ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇനി 1 വർഷം കൂടി ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് ഏത് മേഖലയിൽ പോകാനാണ് താല്പര്യം? അത് ഒരു വലിയ ചോദ്യമാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഞാൻ +2 സമയത്ത് സിവിൽ സർവീസിന് പോകണം എന്നുള്ള രീതിയിൽ, ഡിഗ്രിന് ശേഷം പിള്ള സാർ അതിനെ സപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മൾ സോഷ്യലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നെ ഞാൻ അതിനകത്തുനിന്ന് ഞാൻ മാറിയതല്ല, അങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് മാറിപ്പോയതാണെന്നുള്ളതാണ് സത്യം. അതിനുശേഷം ഞാൻ PG, MPhil ഒക്കെ ആയ സമയത്ത് റിസർച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. കാരണം നമ്മുടെ ഏറ്റവും വലിയ ജനറേഷനാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, വിനോദം എന്നുള്ള രീതിയിലും ഒരു ചോലനായകൻ കമ്മ്യൂണിറ്റി മെമ്പർ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു പ്രവൃത്തിയായി മാറും എന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ പിന്നെ അവർക്ക് മാർഗനിർദ്ദേശം നൽകുക, അത്തരം കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട് ഈ പഠനത്തിനൊപ്പം, അല്ലേ? അതെ, നമ്മുടെ കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള വരുന്ന ഒട്ടുമിക്ക കുട്ടികളും നമ്മൾ തന്നെയാണ് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട സപ്പോർട്ട്, ഇപ്പോൾ വൈഫാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടി കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു. അവരുടെ മാനസികമായിട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഏർപ്പെട്ട് ഈ തവണ 2 കുട്ടികൾ ആദ്യമായിട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടിയായിരുന്നു ആദ്യമായിട്ട് ചോലനായകൻ കമ്മ്യൂണിറ്റിയിൽ സയൻസ് പാസ്സായത്. അപ്പോൾ നമുക്ക് ഇതുവരെ സയൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ഇല്ല, +2 സയൻസ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം കമ്മ്യൂണിറ്റിയിൽ ഇല്ലായിരുന്നു. കാരണം തോക്കുകയോ ജയിക്കുകയോ എന്നുള്ളത്, നമ്മളതിനെ കറക്റ്റ് ഗൈഡ് ചെയ്ത് നമ്മൾ സ്കൂളുകൾ സെലക്ട് ചെയ്ത് ഇപ്പോൾ ഒരു സയൻസ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇതുവരെ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഉണ്ട്, പക്ഷെ സയൻസ് 2025 വരെ ആവേണ്ടി വന്നു ഒരു കുട്ടി ജയിക്കാൻ എന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ ഓരോ മേഖലയിലും അവരെ നല്ല രീതിയിൽ അവരുടെ കഴിവ് തെളിയിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഇങ്ങനെ ഇപ്പോൾ തങ്ങൾ തന്നെ പഠിച്ചുകൊണ്ട് പോകുന്നു, മറ്റു വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ശരിക്കും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകേണ്ട ഒരു ഹെൽപ്പ്, എന്ത് സഹായമാണ് ശരിക്കും ഉണ്ടാകുന്നത്? ശരിക്കും നമ്മുടെ നിലമ്പൂർ ബേസ് ചെയ്ത് നോക്കുമ്പം ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പോലെ തന്നെ NGOസും വ്യക്തികളുടെയും ഒരു സഹായം കൂടുതലാണ് നമ്മൾ ഈ ട്രൈബൽ മേഖലയിൽ. നമുക്ക് ആർക്കും ഒരു 50% കൂടുതൽ അവകാശപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഗവൺമെൻറ് എല്ലാ മേഖലയിലും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഹെൽത്ത് ആണെങ്കിലും നമ്മുടെ ഇപ്പോൾ PVTC കമ്മ്യൂണിറ്റികൾ 3 കമ്മ്യൂണിറ്റികൾ നമ്മൾ നിലമ്പൂർ മേഖലയിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ, അത് ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള മേഖലയിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ ഒരു റിസർച്ച് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെമ്പർ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും വലിയ അതായത് ഈ സ്വന്തമായി പഠിച്ചു ഉയർന്നു പോകുന്നു മാത്രമല്ല, തൻ്റെ സമൂഹത്തിലുള്ള മറ്റു വിദ്യാർത്ഥികളെ കൂടി ഉയർത്തിക്കൊണ്ടുവരണമെന്ന് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂടി സമയം മാറ്റിവെച്ചിരിക്കുകയാണ് നമ്മുടെ ഈ വിനോദ്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 നിലമ്പൂർ.